നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്നലെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് വാർത്തകൾ വായിക്കുന്നതിലേക്ക് കടക്കാം. അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയെക്കുറിച്ചാണ്. അദ്ദേഹം 16 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സ്വകാര്യ യാത്രയ്ക്കായി ഇന്തോനേഷ്യ, അതേപോലെ സിംഗപ്പൂർ, UAE എന്നീ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. ഇന്തോനേഷ്യയിൽ അദ്ദേഹം ഇന്നലെ എത്തിച്ചേർന്നിട്ടുണ്ട്. UAEയിൽ അദ്ദേഹത്തിൻ്റെ മകൻ താമസിക്കുന്നുണ്ട്. അവിടെ വളരെ പ്രശസ്തമായ ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് മകൻ. ഏതായാലും ഈ യാത്രയായിരുന്നു ഇന്നലെ നിറഞ്ഞു നിന്നത്. എന്തൊരു നാണക്കേടാണെന്ന് നോക്കണം. ഒരു മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് സ്വകാര്യമായ ഒരു യാത്ര, വളരെ സ്വകാര്യമായ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ എന്തൊക്കെയാണ് പറയുന്നത്. ആദ്യം വിവാദം കുത്തിപ്പൊക്കിയത് മുരളീധരനാണ്, BJPയുടെ. അദ്ദേഹം കേന്ദ്ര വിദേശ സഹമന്ത്രിയാണ്. അദ്ദേഹത്തിന് ആരെങ്കിലും, വിദേശ വകുപ്പാണ് അനുവാദം കൊടുക്കുന്നത്. ഈ മന്ത്രിമാരുടെ, MP-മാരുടെ ഒക്കെ യാത്രയ്ക്ക് അനുമതി കൊടുക്കുന്നത് വിദേശ വകുപ്പ്, കേന്ദ്ര വിദേശ വകുപ്പാണ്. അവിടെ അറിയാം എന്ത് ഉദ്ദേശത്തിനാണ് പോകുന്നത്. യാത്ര ഔദ്യോഗികമോ സ്വകാര്യമോ. സ്വകാര്യമാണെങ്കിൽ സ്വന്തം ചെലവിലാണ് പോകേണ്ടത്. അതായത് പൊതുഖജനാവിൽ നിന്ന് പണമെടുത്തിട്ടല്ല പോകുന്നത്. ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരമെല്ലാം വിദേശ വകുപ്പിന് അറിയാം. എവിടെയൊക്കെ പോകുന്നു, ഏതൊക്കെ സമയങ്ങളാണ് ചെലവഴിക്കുന്നത്, ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അനുവാദം മേടിക്കുന്നത്. അതിനുശേഷം എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഈ യാത്ര എന്തിനാണ്, ആരാണ് സ്പോൺസർ ചെയ്യുന്നത്, അദ്ദേഹം എന്തൊരു സഹമന്ത്രിയാണ്, അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലെങ്കിൽ എന്തിനാണ് സഹമന്ത്രി പോസ്റ്റിൽ ഇടുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആരും യാത്രകൾ നടത്താറില്ലേ? പിന്നീട് അത് ഏറ്റെടുത്തത് K. സുധാകരനാണ്. അദ്ദേഹം പറഞ്ഞ ഭാഷയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആലയിൽ നിന്ന് പശുക്കൾ ഇറങ്ങി പോകുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ചില ശുനക പ്രയോഗങ്ങളുണ്ട്. അതൊന്നും നമുക്ക് പറയാൻ കൊള്ളുന്നതല്ല. എന്തൊരു നെറികെട്ട രീതിയാണ്. ഈ K. സുധാകരൻ യാത്ര നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ K. കരുണാകരൻ, ഉമ്മൻചാണ്ടി, ഇതേപോലെയുള്ള രമേശ് ചെന്നിത്തല എത്ര സ്വകാര്യ യാത്രകൾ അവർ മന്ത്രിമാരായിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ളത് പരിശോധിച്ച് നോക്കുക. MP-മാരുടെയും MLA-മാരുടെയും കണക്ക് ഞാനിവിടെ പറയുന്നില്ല. ഇത് പിണറായി വിജയൻ മാത്രം നടത്തുമ്പോൾ എന്താണ് വലിയൊരു വാർത്തയാകുന്നത്. അദ്ദേഹം പോകുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ്, ആ രാജ്യങ്ങൾ എങ്ങനെയുള്ള രാജ്യങ്ങളാണെന്ന് നമുക്കറിയാം. ഒന്നാമത് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടാക്കാൻ ഇടയുള്ള കാര്യങ്ങളൊക്കെ മറുപടി പറയുകയാണ്. കാരണം ആകെ മാധ്യമങ്ങൾക്ക് ഇതിൻ്റെ നിജസ്ഥിതി കൃത്യമായിട്ട് പറയാം. എങ്ങനെയാണ് പോകുന്നത്, എന്താണ് സ്വകാര്യ യാത്ര. ഈ അവസരത്തിൽ അവർക്ക് ഏതെങ്കിലും ഒരു പത്രം ഇതിനു മുമ്പുള്ള UDF മന്ത്രിമാരുടെയും LDF മന്ത്രിമാരുടെ ഇതുകൂട്ടുള്ള സ്വകാര്യ യാത്രയെക്കുറിച്ച് ഇപ്പോൾ ഒരു താരതമ്യം നടത്തിയിട്ടുണ്ടോ? അതിനൊന്നും മുതിരാതെ കിട്ടുന്ന വിവാദത്തെ എങ്ങനെയെങ്കിലും രാഷ്ട്രീയമായി, ഇന്നലെ കോടതി പറഞ്ഞതുപോലെ എങ്ങനെ കുഴൽനാടന്മാർ ഉപയോഗിക്കുന്നു അതേ രീതിയിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന് കൂട്ടുനിൽക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ഇതൊക്കെ തമ്മിലുള്ള താരതമ്യവും യഥാർത്ഥ വസ്തുതകളും ഒക്കെ പറയുവാനായിട്ട് കഴിയും. കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്, നമ്മുടെ ജനതയ്ക്ക് വലിയ ദുരന്തമുണ്ടായിരുന്നു. പ്രളയ സമയത്ത് അദ്ദേഹത്തിന് അസുഖമാണ്, ഗുരുതരമായ അസുഖമാണ്. വിദേശയാത്ര ചികിത്സയ്ക്ക് വേണ്ടി പോകേണ്ടതാണ്. അതുപോലും മാറ്റിവെച്ച് ഇവിടെ ഇരുന്ന് ഫയലുകൾ നോക്കുകയും വേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. കഴിഞ്ഞ കുറെ കാലമായി വളരെ വലിയ തിരക്കിലാണ്. നവകേരള യാത്ര, അതിനു മുമ്പിലുള്ള താലൂക്ക് സഭകൾ, മറ്റു പലതരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വരെ വിശ്രമമില്ലാത്ത ജോലിയിലായിരുന്നു എന്ന് ഏതൊരാൾക്കും അറിയാവുന്നതാണ്. അതിനുശേഷം അദ്ദേഹം കുടുംബസമേതം ഒരു യാത്ര എന്ന് പറയുന്നതിൽ ഇത്ര അത്ഭുതപ്പെടാനായിട്ട് എന്താണ് ഇരിക്കുന്നത്? ഇന്ന് ഇത്തരം യാത്രകൾ വലിയ വലിയ സംഭവങ്ങളാണ്. ഓരോ ചാനലിൽ ജോലി ചെയ്യുന്ന അവതാരകര് തന്നെ വിദേശയാത്രകൾ നടത്താറില്ല. ഇത്തരം ആവശ്യങ്ങൾക്കായി, സ്ട്രെസ് ഒഴിവാക്കാനായിട്ട്, പല കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ വിദേശയാത്രകൾ നടത്താറുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അത്തരത്തിലൊരു യാത്ര നടത്തേണ്ടത് അനിവാര്യമാണ്. എന്തുകൊണ്ട് അത്തരം സംഗതികൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ചെയ്യേണ്ടത്. എന്ന് മാത്രമല്ല, ഇത് താരതമ്യേന വളരെ അനുയോജ്യമായ ഒരു സമയമാണ്. കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു.
ബാക്കി തെരഞ്ഞെടുപ്പുകൾ ഇനി 4-ാം തീയതി ഫലം പ്രഖ്യാപിക്കുന്നത് വരെ, ജൂൺ 4 വോട്ട് എണ്ണുന്നത് വരെ നയപരമായ തീരുമാനങ്ങളൊന്നും സർക്കാരിന് എടുക്കാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് അങ്ങനെ അധികം പണിയില്ലാത്ത ഒരു സമയമാണ്. ബാക്കി പണികളൊക്കെ ചെയ്തു. പ്രളയവും അത്യുഷ്ണവുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ യോഗങ്ങൾ ഇതെല്ലാം നടന്നതിന് ശേഷം അദ്ദേഹം പോകുന്നതിനെ ഇവരെ എത്തരത്തിലാണ് വിമർശിക്കുന്നത്, ഏതൊക്കെ തരത്തിലാണ് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ ഇത്തരം സ്വകാര്യമായ വിഷയങ്ങൾ ഇവരോട് പറയണമത്രേ. എന്തൊക്കെയാണ് അവിടെ പോയി സ്വകാര്യമായിട്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കെ സുധാകരനെയും വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയെയും വി മുരളീധരനെയും സുരേന്ദ്രനെയും ഒക്കെ വിളിച്ച് പറയണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ എത്രയോ നിർണായക സമയങ്ങളിൽ അദ്ദേഹം വിദേശത്ത് ചുറ്റിക്കറങ്ങുകയായിരുന്നു. അതിനൊന്നും ഒരു ഉളുപ്പില്ല. ഇതിന്റെ കാരണം മാധ്യമങ്ങൾ ഇതിന് കൂട്ടുനിൽക്കുന്നു എന്നാണ്. അവരെ ഈ പഴഞ്ചൻ രീതിയിൽ കെ സുധാകരനൊക്കെ സംസാരിക്കുമ്പോൾ അത് തിരുത്തി കൊടുക്കേണ്ട മാധ്യമങ്ങൾ അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമുക്ക് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇവരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടുള്ള ദേശാഭിമാനിയിലെ ഒരു വാർത്ത വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര വിവാദമാക്കുന്നത് വിജിലൻസ് കോടതിയിൽ നിന്നടക്കം കോൺഗ്രസിനും മാധ്യമങ്ങൾക്കും ഏറ്റ തിരിച്ചടി മറയ്ക്കാനായിട്ടാണ്. ദേശാഭിമാനി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കുഴൽനാടൻ പോയി വാങ്ങിക്കൊണ്ട് വന്നു കോടതിയിൽ നിന്ന്, നാണക്കേടായി. കുഴൽനാടന് മാത്രമല്ല, കോൺഗ്രസും പ്രതിക്കൂട്ടിലായി. ആ വാർത്ത പുറകെ വരുന്നുണ്ട്. അതുതന്നെ ഇന്നലെ മുതൽ ചർച്ച ചെയ്യുന്ന വാർത്തയാണ്. കൂടുതലൊന്നും അതിനകത്ത് അറിയാനായിട്ടില്ല. അപ്പോൾ അതും ആ ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാരണമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു, കേരളത്തിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ട്. അധികം കാര്യങ്ങളൊന്നും സർക്കാരിന് ചെയ്യാനായിട്ടില്ലാത്തൊരു സമയമാണ് മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തത്. അതിലേക്ക് എന്തിനിപ്പോൾ പോകുന്നു? ഈ സമയത്താണോ പോകേണ്ടത്? പിന്നെ ഉയർത്തുന്ന ഒരു വലിയ വാദമാണ് ഈ UDF കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ മുന്നണിയെ തന്നെ പിന്തുണയ്ക്കുന്ന ഒരു പ്രമുഖ പോളിറ്റ് ബ്യൂറോ അംഗം പോകുന്നത് ശരിയാണോ? എന്തൊരു സ്നേഹമാണ് CPM-നോടും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളോടും. കോൺഗ്രസ് ഒക്കെ അവർ തെരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പിണറായി വിജയനെ പ്രസംഗിക്കാൻ ക്ഷണിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്നത്. ഒന്ന്, അത്തരത്തിലൊരു നിലപാടല്ല UDF കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടെ പ്രത്യേകിച്ച് CPM-നോട് എടുക്കുന്നത്. രണ്ടാമത്, CPM-ൽ അങ്ങനെ പോളിറ്റ് ബ്യൂറോ ആണെങ്കിലും ആരാണെങ്കിലും അഖിലേന്ത്യാ തലത്തിലുള്ള യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടത് ആരെന്നൊക്കെ കൃത്യമായി വ്യവസ്ഥയുള്ള പാർട്ടിയാണ്. ഓരോരുത്തരും ഓരോ നേതാക്കളല്ല. ഇതുവരെ ചരിത്രത്തിൽ ഒരിക്കലും കേരളത്തിൽ നിന്ന് ഇതുപോലെയുള്ള നായനാരോ ഇവരോ ആരോ അഖിലേന്ത്യാ പ്രചരണത്തിന് പ്രത്യേകമായ വല്ല സാഹചര്യത്തിലും അനുവാദം മേടിച്ചു പോവുകയല്ലാതെ പോയൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും ഒക്കെ ആരൊക്കെയാണ് പോയി സംസാരിച്ചിട്ടുള്ളത് അത് കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കും. CPIM-ന്റെ അതനുസരിച്ചാണ് പോകുന്നത്. എന്നാൽ പ്രത്യേകിച്ച് ഇപ്പോൾ പിണറായി വിജയനോടൊരു സ്നേഹവും അദ്ദേഹം എത്ര യോഗങ്ങളിൽ പ്രസംഗിക്കേണ്ടതായിരുന്നു, വടക്കേ ഇന്ത്യയിൽ പോയി എന്നൊക്കെയാണ് കെ സുധാകരനും മറ്റും പറയുന്നത് ഇന്ത്യ മുന്നണിയിൽ. പിന്നെ അത്തരത്തിലല്ലാതെ ഫിസിക്കലല്ലാത്ത എല്ലാ സംഗതികളും എവിടെ ഇരുന്നാലും, ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും വായിക്കുകയും മറുപടി പറയുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും മുഖാമുഖം സംസാരിക്കാനും ഒക്കെ ഈ ആധുനിക കാലത്ത് സംവിധാനങ്ങളുണ്ട്. മുഖ്യമന്ത്രി വിദേശത്തായിരുന്നപ്പോഴൊക്കെ ഇവർ ചോദിക്കുന്ന പകരക്കാരനെ ഏർപ്പെടുത്താത്ത, എന്നാ പകരക്കാരനെ ഏർപ്പെടുത്തിയിട്ടുള്ള? ഒരിക്കലും ഏർപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് ദീർഘകാലം മാറി നിൽക്കുന്ന മന്ത്രിസഭാ യോഗങ്ങളിലൊന്നും പങ്കെടുക്കാനൊന്നും പറ്റാത്ത തരത്തിൽ മാറി നിൽക്കുന്ന ഒരവസ്ഥ വരണം. ഇത് അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. 16 ദിവസത്തേക്ക് എന്നാണ് ഈ ഹ്രസ്വമായ കാലഘട്ടത്തിലേക്ക് പകരക്കാരെ നിശ്ചയിച്ചിരിക്കുന്നത്? വെറുതെ ഓരോ 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 ആരോപണങ്ങൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നതിൽ കവിഞ്ഞ് കാരണം ഒന്നുമില്ല. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിച്ച് അധികം സമയം കളയേണ്ട മറ്റ് വാർത്തകളിലേക്ക് കടക്കാം. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹന്നാൻ മെത്രോപോലിത്ത, പേര് കേട്ട് ഭയപ്പെടേണ്ട, നമ്മുടെ KP യോഹന്നാൻ തന്നെയാണ്. അദ്ദേഹമാണ് മാർ അത്തനേഷ്യസ് യോഹന്നാൻ മെത്രോപോലിത്ത. അദ്ദേഹത്തിന് വാഹന അപകടത്തിൽ ഗുരുതരമായ പരിക്ക്. US-ലെ ടെക്സാസിൽ വെച്ച് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച വൈകിട്ട് 5:25 അപകടം. പ്രഭാത സവാരിക്കിടെ അജ്ഞാത വാഹനം വന്ന് ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ KP യോഹന്നാനെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെന്ന് സഭാ വക്താവ് അറിയിച്ചു.
രാഷ്ട്രീയ എതിരാളികളെയും പ്രതിപക്ഷത്തെയും നാമാവശേഷമാക്കി 5ാം തവണയും റഷ്യൻ പ്രസിഡന്റ് സ്ഥാനത്ത് അവരോധിതനായി വ്ളാഡിമിർ പുടിൻ. മോസ്കോയിലെ ഗ്രാൻഡ് ക്രെംലിൻ പാലസിൽ നടന്ന ചടങ്ങിലാണ് 71 വയസ്സുകാരനായ പുടിൻ വീണ്ടും അധികാരം ഏറ്റെടുത്തത്. മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പുടിൻ റെക്കോർഡ് വിജയമാണ് നേടിയത്. 87.8% വോട്ട് നേടിയാണ് പുടിൻ ജയിച്ചത്. 1/4 നൂറ്റാണ്ടോളം റഷ്യൻ ഭരണാധികാരിയായി തുടർന്ന പുടിന് ഇനി 2030 വരെ ഭരണത്തിൽ ഇരിക്കാം. 2022 യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വലിയ എതിർപ്പുകൾ റഷ്യ നേടുന്നതിന് ഇടയിലാണ് പുടിൻ വീണ്ടും പ്രസിഡന്റ് സ്ഥാനം കൈയാളുന്നത്. BJPയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രൂക്ഷമായി വിമർശിച്ച കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. രാഷ്ട്രീയ നേട്ടത്തിനായി മോദിയും BJPയും വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്നും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും സോണിയാഗാന്ധി പറഞ്ഞു. രാജ്യത്ത് എല്ലാ ഭാഗത്തും യുവാക്കൾ തൊഴിലില്ലായ്മ നേരിടുകയാണ്. സ്ത്രീകൾ അതിക്രമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളും ന്യൂനപക്ഷങ്ങളും ഗുരുതരമായ വിവേചനവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മോദിയും BJPയും രാഷ്ട്രീയ നേട്ടത്തിനായി വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്നും സോണിയാഗാന്ധി പറഞ്ഞു. അറിവിന്റെ ആകാശങ്ങളിൽ വിരിഞ്ഞ നക്ഷത്രങ്ങൾ മയ്യഴിയുടെ കഥാകാരനൊപ്പം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ കണ്ണൂരിന്റെ ഹൃദയത്തിൽ ആഘോഷരാവ്. M. മുകുന്ദൻ ദേശാഭിമാനി സാഹിത്യ ഉത്സവത്തെക്കുറിച്ചാണ് പറയുന്നത്. അറിവിന്റെ ആകാശങ്ങളിൽ വിരിഞ്ഞ നക്ഷത്രങ്ങൾ മയ്യഴിയുടെ കഥാകാരനൊപ്പം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ കണ്ണൂരിന്റെ ഹൃദയത്തിൽ ആഘോഷരാവ്. അക്ഷരമുറ്റം സമ്മാനദാനത്തിനും ദേശാഭിമാനി പുരസ്കാര സമർപ്പണത്തിനും ജനസാഗരം സാക്ഷിയായി. മലയാളത്തിന്റെ മഹാനടനും ദേശാഭിമാനിയുടെ അക്ഷരമുറ്റം ബ്രാൻഡ് അംബാസിഡറുമായ മോഹൻലാൽ സൈലം ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. കഥയെഴുത്തിന്റെ ഉത്തുംഗ ശൃംഖം കയറിയ M. മുകുന്ദന് സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാരം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മാനിച്ചു. BJPയിൽ ചേരുന്നതടക്കം കടുത്ത തീരുമാനം എടുക്കുമെന്ന് ഭീഷണി ഉയർത്തിയതോടെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K. സുധാകരനെ മാറ്റി നിർത്താനുള്ള തീരുമാനത്തിൽ നിന്ന് ഹൈക്കമാൻഡ് പിന്മാറി. ബുധനാഴ്ച തന്നെ അധ്യക്ഷന്റെ ചുമതല ഏറ്റെടുക്കാമെന്ന് AICC സുധാകരനെ അറിയിച്ചു. ഇതോടെ ചുമതല കൊടുക്കാതിരിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയ നീക്കങ്ങൾ പൊളിഞ്ഞു. സുധാകരൻ തിരിച്ചുവരുന്ന സൂചന ലഭിച്ചതോടെ പാർട്ടി പരിപാടികൾ പ്രഖ്യാപിക്കാൻ താൽക്കാലിക പ്രസിഡന്റ് MM ഹസൻ ചൊവ്വാഴ്ച വിളിച്ച സമ്മേളനം ഉപേക്ഷിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ നേതൃത്വത്തിൽ അടിമുടി മാറ്റമുണ്ടാകുമെന്നും സുധാകരൻ ആ സ്ഥാനത്ത് ഉണ്ടാവില്ലെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. കർണാടക BJP പ്രചരിപ്പിക്കുന്ന വിദ്വേഷ വീഡിയോ ഉടൻ നീക്കം ചെയ്യാൻ സാമൂഹ മാധ്യമമായ എക്സിനോട് നിർദ്ദേശിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോൺഗ്രസ് മുസ്ലിം പ്രീണനം നടത്തുകയാണെന്ന് ചിത്രീകരിക്കുന്ന വീഡിയോയ്ക്കെതിരെയാണ് നടപടി. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചിട്ടും BJP നേതൃത്വം വീഡിയോ നീക്കം ചെയ്യാത്തതോടെയാണ് കമ്മീഷൻ എക്സിന് നിർദ്ദേശം നൽകിയത്. ഇത് ആദ്യമായാണ് BJPക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കുന്നത്. ഇന്ത്യൻ വംശജ സുനിത വില്യംസിന്റെ 3ാം ബഹിരാകാശ ദൗത്യം സാങ്കേതിക തകരാർ മൂലം അവസാന മണിക്കൂറിൽ മാറ്റിവെച്ചു. മനുഷ്യരുമായുള്ള ബഹിരാകാശ പേടകം ബോയിംഗ് സ്റ്റാർ ലൈനറിന്റെ പരീക്ഷണ വിക്ഷേപണം കേപ്പ് നവരൽ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ചൊവ്വാഴ്ച രാവിലെ 8:50 നിശ്ചയിച്ചിരുന്നത്. പേടകം കൊണ്ടുപോകുന്ന അറ്റ്ലസ് റോക്കറ്റിൽ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിവെച്ചത്. മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായ വ്യാജ ആരോപണം കോടതിയിലെത്തിച്ച് പ്രഹരം ഏറ്റുവാങ്ങിയ മാത്യു കുഴൽനാടനെതിരെ UDFിലും അതൃപ്തി. രാഷ്ട്രീയ ആരോപണത്തിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പുകമറ സൃഷ്ടിക്കാനുള്ള അവസരം ഇല്ലാതാക്കിയത് കുഴൽനാടന്റെ എടുത്തുചാട്ടം ആണെന്നാണ് വിലയിരുത്തൽ. വിധിയിൽ തങ്ങൾക്കെതിരെ സൂചനകൾ ഉണ്ടായതും രാഷ്ട്രീയ പ്രേരിതം എന്ന കോടതി പരാമർശവും
UDF നേതാക്കളെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. അടുത്ത UDF യോഗത്തിൽ വിഷയം ഉന്നയിക്കാനാണ് ഘടകകക്ഷികളുടെ ആലോചന. മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായ ഹർജി തള്ളിയ വിജിലൻസ് കോടതി വിധി മാത്യു കുഴൽനാടനും കോൺഗ്രസിനും മാത്രമല്ല, ഇവരെ കണ്ണും പൂട്ടി പിന്തുണച്ച മാധ്യമങ്ങൾക്കും ഏറ്റ കനത്ത തിരിച്ചടി. രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമാക്കിയാണ് കുഴൽനാടന്റെ ഹർജി കോടതി തള്ളിയത്. വസ്തുത ഏതുമില്ലാത്ത ആരോപണമെന്ന് പലവട്ടം തെളിഞ്ഞിട്ടും കുഴൽനാടന്റെ വാദങ്ങൾ വലിയ വാർത്തയാക്കിയ മാധ്യമങ്ങളുടെ നടപടിയും രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. 2023-24 വർഷത്തെ SSLC, THSLC, AHSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഫലപ്രഖ്യാപനം നടത്തും. കഴിഞ്ഞ വർഷം മെയ് 19-നാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. ഇത്തവണ 11 ദിവസം മുമ്പ് തന്നെ ഫലപ്രഖ്യാപനം നടത്തുകയാണ്. ഈ വർഷം സാധാരണ ഉണ്ടാകുന്ന വെബ്സൈറ്റുകൾക്ക് പുറമെ SSLC പരീക്ഷാഫലം PRD ലൈവ് മൊബൈൽ ആപ്പിലൂടെ വേഗത്തിൽ അറിയാം. ബുധനാഴ്ച ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം നടന്നാലുടൻ ആപ്പിൽ ഫലം ലഭ്യമാകും. ബുധനാഴ്ച എന്നാൽ ഇന്ന്. ഹോം പേജിലെ ലിങ്കിൽ രജിസ്റ്റർ നമ്പർ മാത്രം നൽകിയാൽ ഉടൻ വിശദമായ ഫലം ലഭിക്കും. ക്ലൗഡ് സംവിധാനത്തിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആപ്പിൽ തിരക്ക് കൂടുന്നതിനനുസരിച്ച് ബാൻഡ്വിഡ്ത്ത് വികസിക്കുന്ന ഓട്ടോ സ്കെയിലിംഗ് സംവിധാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫലം തടസ്സമില്ലാതെ വേഗത്തിൽ ലഭ്യമാകും. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ PRD ലൈവ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുന്നതിൽ സുപ്രീം കോടതി വിധി പറഞ്ഞില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടുത്ത എതിർപ്പ് ഉയർത്തിയതോടെ കേസ് വീണ്ടും പരിഗണിക്കാനായി മാറ്റി. അടുത്ത വ്യാഴാഴ്ച ഹർജി ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തും അടങ്ങിയ ബെഞ്ച് വീണ്ടും പരിഗണിച്ചേക്കും. അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജിയിൽ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം പരിഗണിക്കുകയായിരുന്നു. രാഷ്ട്രീയക്കാരൻ എന്ന പരിഗണന വെച്ച ജാമ്യം അനുവദിക്കാനാവില്ലെന്ന് ED നിലപാടെടുത്തു. രാഷ്ട്രീയക്കാരൻ എന്നതല്ല, ഓരോ വ്യക്തിക്കും അസാധാരണമായ സാഹചര്യങ്ങൾ ഉണ്ടാവാമെന്ന് കോടതി പറഞ്ഞു. കെജ്രിവാൾ ഡൽഹിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇതൊരു അസാധാരണ സാഹചര്യമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് 93 സീറ്റുകളിലേക്കുള്ള 3ാം ഘട്ട വോട്ടെടുപ്പിലും പോളിംഗ് ശതമാനത്തിൽ ഇടിവ്. 5 മണി വരെ ആകെ 61% മേൽ പോളിംഗ് രേഖപ്പെടുത്തി. കഴിഞ്ഞ തവണ ആകെ പോളിംഗ് 67.4% ബംഗാളിൽ CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിനെ തൃണമൂൽ പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി. UPയിൽ ബൂത്ത് പിടിക്കാൻ BJP ശ്രമിച്ചെന്ന് സമാജ്വാദി പാർട്ടി ആരോപിച്ചു. ആദ്യ 2 ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞതിനെ തുടർന്ന് വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ എല്ലാ ശ്രമവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരുന്നു. എന്നാൽ കാര്യമായ ഉയർച്ച പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. ഉത്തർപ്രദേശിൽ രാവിലെ ഭേദപ്പെട്ട പോളിംഗ് നടന്നെങ്കിലും ഉച്ചയോടെ ഇത് ഇടിഞ്ഞു. BJP പ്രവർത്തകർ പലയിടത്തും ബൂത്തുകൾ കൈയടക്കിയെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആരോപിച്ചു. പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് BJP തിരിച്ചടിച്ചു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ BJPയിലെടുത്തതിനെ വിമർശിച്ച് മുൻ ലോക്സഭാ സ്പീക്കറും BJP നേതാവുമായ സുമിത്ര മഹാജൻ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിന് പകരം നോട്ട ബട്ടൺ അമർത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. മെയ് 13-നാണ് ഇൻഡോറിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. വധശ്രമ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുൻ കോൺഗ്രസ് പ്രവർത്തകന് BJPയിൽ അംഗത്വം നൽകിയത് പാർട്ടിക്ക് പ്രതികൂലമായി തീരുമെന്നും സുമിത്ര മഹാജൻ അഭിപ്രായപ്പെട്ടു. തുടർച്ചയായി 8 തവണ ഇൻഡോറിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി ലോക്സഭയിൽ എത്തിയ നേതാവാണ് സുമിത്ര മഹാജൻ. പ്രാദേശിക വാർത്താ ചാനലിന് ഞായറാഴ്ച അനുവദിച്ച അഭിമുഖത്തിലാണ് സുമിത്ര മഹാജൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. അഭിമുഖത്തിന്റെ ഭാഗം കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനാഥ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി BJP നടത്തിയ സംസ്ഥാന നേതൃയോഗത്തിൽ തർക്കം രൂക്ഷം. നിർണായക യോഗത്തിൽ നിന്ന് PK കൃഷ്ണദാസ്, MD രമേശ്, AN രാധാകൃഷ്ണൻ എന്നിവർ വിട്ടുനിന്നതോടൊപ്പം തന്നെ തോൽപ്പിക്കാൻ മുരളീധരൻ ശ്രമിച്ചെന്ന് ശോഭാ സുരേന്ദ്രനും ആരോപിച്ചു. നേതൃത്വം കോഴിക്കോട് മണ്ഡലം ശ്രദ്ധിച്ചില്ല എന്ന വിമർശനമാണ് MD രമേശിനുള്ളത്. AN രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ ഉള്ള കടുത്ത അതൃപ്തിയിലുമാണ്. ശോഭാ സുരേന്ദ്രന്റെ ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയ്ക്കെതിരെ പ്രകാശ് ജാവദേക്കർ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. ശോഭയുടെ സാമ്പത്തിക ഇടപാട് വിവാദമായത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നാണ് പ്രകാശ് ജാവദേക്കറും മുരളീധരൻ പക്ഷവും ആരോപിക്കുന്നത്. 3 സ്വതന്ത്രർ പിന്തുണ പിൻവലിച്ചതോടെ ഹരിയാനയിലെ BJP സർക്കാർ ത്രിശങ്കുവിൽ. കേവല ഭൂരിപക്ഷം നഷ്ടമായ നയാബ് സിംഗ് സൈനി സർക്കാരിന് അധികാരത്തിൽ തുടരാൻ ധാർമ്മിക അവകാശമില്ലെന്ന് കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടിംഗ് പുരോഗമിക്കുന്നതിനിടയിലാണ് ഹരിയാനയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. BJP സർക്കാരിനെ പിന്തുണച്ചിരുന്ന 3 സ്വതന്ത്രർ തങ്ങളുടെ പിന്തുണ ഇനി കോൺഗ്രസിനാണെന്ന് ഗവർണറെ കണ്ട് അറിയിക്കുകയും പ്രഖ്യാപിക്കുകയുമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 2 സീറ്റിൽ വിജയം ഉറപ്പിച്ച് BJP. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച തിരുവനന്തപുരത്തും സുരേഷ് ഗോപി മത്സരിച്ച തൃശൂരിലും വിജയിക്കുമെന്നാണ് BJP നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. 2ഇടത്തും 4 ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ ലഭിക്കുമെന്നും പാർട്ടി കണക്കാക്കുന്നു. ആറ്റിങ്ങലിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ആലപ്പുഴയിൽ നേടുമെന്നുമാണ് പാർട്ടി വിലയിരുത്തുന്നത്. ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി മുരളീധരനും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനുമാണ് മത്സരിച്ചത്. തന്നെ തോൽപ്പിക്കാൻ മുരളീധരൻ പക്ഷം ശ്രമിച്ചുവെന്ന് നേതൃയോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. മുരളീധരൻ പക്ഷം തനിക്കെതിരെ നിരന്തരം പ്രവർത്തിക്കുകയാണെന്നും മുരളീധര പക്ഷം പാർട്ടിയെ ഒറ്റുകൊടുക്കുകയാണെന്ന് എന്നുമായിരുന്നു ശോഭയുടെ ആരോപണം. ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വാസ്തവങ്ങൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.